സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. വി.എസ്. അച്യുതാനന്ദന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട ചില അറിയാ കഥകൾ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിന് ശേഷം പുറത്തുവരികയാണ്. വി.എസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവ കഥകൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. വി.എസ്. മുഖ്യമന്ത്രിയായ കാലത്തും പിന്നീടും അതെല്ലാം വാർത്തയാക്കപ്പെട്ടതോ വി.എസിനെ കുറിച്ചുള്ള കുറിപ്പുകളിൽ പരാമർശിക്കപ്പെട്ടതോ ആണ്. അതെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് മനഃപ്പാഠവുമാണ്. എന്നാൽ വി.എസിനെ കുറിച്ചുള്ള ഒരു അറിയാ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ. വി.എസ്. ജനമനസ്സുകളിലേക്ക് എത്രത്തോളം മൗന സഞ്ചാരം നടത്തിയിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ജനസാഗരമാണ് പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ തെരുവോരത്തേക്ക് ഒഴുകിയെത്തുന്നത്. ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മാത്രമല്ല വി.എസ്. ഈ ജനകീയത കൈവരിച്ചത്. ജനകീയ വിഷയങ്ങളിലുള്ള എണ്ണമറ്റ സമരങ്ങളിലൂടെയും അതിലേറെ ആ വിഷയങ്ങളിലെടുത്ത നിലപാടുകളിലൂടെയുമായിരുന്നു. സ്ത്രീപീഡന കേസുകളിൽ പ്രത്യേകിച്ചും അദ്ദേഹം എടുത്ത നിലപാടുകൾ അത്രത്തോളം പ്രധാനപ്പെട്ടതുമാണ്. ഇത്തരം കേസുകളിലെ പ്രതികളോട് ഒരു ദയയും ഒരിക്കലും വി.എസ്. കാട്ടിയില്ല. ഒപ്പം ഇരയ്ക്കൊപ്പം കരുത്തായി നിൽക്കുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യനെല്ലി പീഡന കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് ഇടപെട്ടിരുന്ന നേതാവാണ് വി.എസ്. അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് അറിയാ കഥകളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. മാധ്യമപ്രവർത്തകൻ എം.ബി. ബഷീർ എഴുതിയ ഒരു കുറിപ്പിന്റെ പ്രസക്ത ഭാഗമാണ് ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. സൂര്യനെല്ലി ലൈംഗിക പീഡന കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച 36 പ്രതികളിൽ 35 പേരെയും കേരള ഹൈക്കോടതി വെറുതെ വിട്ട സംഭവമാണ് പശ്ചാത്തലം. തന്റെ അച്ഛനോ മുത്തച്ഛനോ ആകാൻ പ്രായമുള്ള 40 പുരുഷന്മാരിൽ നിന്ന് 56 ദിവസം നീണ്ട ലൈംഗിക അതിക്രമം അനുഭവിച്ച കുറ്റകൃത്യം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ നോക്കി ജസ്റ്റിസ് അബ്ദുൽ ഗഫൂറിന്റെയും ജസ്റ്റിസ് ബസന്തിന്റെയും കോടതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നുവെന്ന് എം.ബി. ബഷീർ ഓർമ്മിക്കുന്നു. അവൾ ലൈംഗിക സുഖം ആസ്വദിച്ച, ധാർമ്മികമായി വഴിതെറ്റിയ, ദുർവ്യയം ചെയ്യാൻ ഏറെ പണം ആവശ്യമുള്ള ഒരു ബാലവേശിയായിരുന്നു. ഈ വിധിന്യായം കേട്ട ഹതഭാഗിയായ ആ പെൺകുട്ടിയും അവളുടെ ചേച്ചിയും അവരുടെ അച്ഛനും മൂന്നാറിന് മേലെ സൂര്യനെല്ലിയിലെ ആ വാടക വീട്ടിൽ തളർന്നിരുന്നു. ജീവിച്ചിരിക്കാനുള്ള അവരുടെ കാരണങ്ങളെല്ലാം ആ അപ്പീൽ വിധിയിൽ റദ്ദാക്കപ്പെട്ടുവെന്ന് അവർക്ക് തോന്നി. കളിയാക്കലുകളെയും ഒറ്റപ്പെടുത്തലുകളെയും അതിജീവിക്കാൻ അതുവരെ അവർക്ക് കരുത്ത് നൽകിയത് നീതിയുടെ പൂമരമായി പൂത്തുലഞ്ഞ മറ്റൊരു കോടതി വിധിയായിരുന്നു. കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് വേണ്ടി എൻ്റെ മകളാകാൻ മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യനെല്ലി കേസിലെ കോട്ടയത്തെ പ്രത്യേക കോടതി ജഡ്ജ് ശശിധരൻ നമ്പ്യാർ കേസിലെ 39 പ്രതികളിൽ 35 പേർക്കെതിരെ കുറ്റം വിധിച്ചത്. 2000 സെപ്റ്റംബറിലായിരുന്നു അത്. ഒളിവിലായിരുന്ന ഒന്നാം പ്രതി ധർമ്മരാജിനെ 2002 മറ്റൊരു കോടതിയും ശിക്ഷ നൽകി ജയിലിലടച്ചു. ചരിത്രപരമായ ആ വിധിയെ തള്ളി കേരള ഹൈക്കോടതി വിധി വന്നതിന് പിറ്റേ ദിവസം സൂര്യനെല്ലിക്കടുത്ത് മാന്നാർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായിരുന്ന ആ അച്ഛൻ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സഹപ്രവർത്തകനെ കണ്ട് ഒരു കാര്യം പറഞ്ഞു. ഇനിയും ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. ഞാനും മക്കളും ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുകയാണ്. മറ്റു വഴികളില്ല. CPM അനുഭാവിയായ ആ സുഹൃത്ത്, അതായത് ഈ അച്ഛൻ പറഞ്ഞത് കേട്ട ആ സുഹൃത്ത് കന്റോൺമെന്റ് ഹൗസിലെ നമ്പർ തരപ്പെടുത്തി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.എസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. തൊട്ടു പിന്നാലെ മാന്നാർ പോസ്റ്റ് ഓഫീസിലേക്ക് വി.എസിന്റെ ഒരു ഫോൺ കോൾ വന്നു. അടുത്ത ആഴ്ച ഞാൻ അടിമാലിയിൽ വരുന്നുണ്ട്. മേലേക്ക് വരാൻ സമയം കിട്ടില്ല. ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നെ കാണണം. അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അടിമാലിയിൽ പോയി സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയുടെ അച്ഛൻ വി.എസിനെ കണ്ടു. DC ബുക്സിന് വേണ്ടി ഒരു നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന ലൈംഗിക കുറ്റവിചാരണയെക്കുറിച്ച് എം.ബി. ബഷീർ എഴുതിയ സ്മാർത്ഥം, സൂര്യനെല്ലി, ഐസ്ക്രീം, 3 കുറ്റവിചാരണകൾ എന്ന പുസ്തകത്തിന്റെ ഗവേഷണത്തിനായി ആ പെൺകുട്ടിയുടെ അച്ഛനെ കാണാൻ ഒരുപാട് വട്ടം ശ്രമിച്ചെന്ന് ബഷീർ എഴുതുന്നു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. എന്നാൽ പുസ്തകം ഇറങ്ങി 1 മാസം കഴിഞ്ഞ് ആ അച്ഛൻ ബഷീറിനെ വിളിച്ചു. പുസ്തകത്തിന്റെ ഒരു കോപ്പിയുമായി അദ്ദേഹത്തെ കാണാൻ എം.ബി. ബഷീർ പോയി. അയാൾ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിലുണ്ടെന്ന് ബഷീർ എഴുതുന്നു. വി.എസ്. അദ്ദേഹത്തെ അടിമാലിയിൽ വെച്ച്, അതായത് നേരത്തെ വി.എസ്. കാണാൻ വിളിച്ച ആ അനുഭവമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ റൂമിലെ മറ്റെല്ലാവരോടും പുറത്തു പോകാൻ വി.എസ്. പറഞ്ഞു. 2 കൈകളും ചേർത്ത് പിടിച്ചാണ് സഖാവ് എന്നോട് സംസാരിച്ചത്. ഒരിക്കലും തോറ്റു കൊടുക്കരുതെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസിന് പോകണമെന്നും സഖാവ് കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു. അന്ന് ആ ഫോൺ കോൾ, അതായത് മാന്നാർ പോസ്റ്റ് ഓഫീസിലേക്ക് വി.എസ്. അച്യുതാനന്ദൻ വിളിച്ച ആ ഫോൺ കോൾ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഞാനും മക്കളും ഇപ്പോൾ ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്നും അദ്ദേഹം എം.ബി. ബഷീറിനോട് പറയുകയാണ്. ഈ അച്ഛൻ ഈ കഥ പറഞ്ഞ ദിവസം ഞാൻ വി.എസിന്റെ ആരാധകനായി മാറിയെന്ന് എം.ബി. ബഷീർ എഴുതുന്നു. പ്രിവിലേജും പാരമ്പര്യവും പറഞ്ഞു നടക്കാൻ വംശാവലിയും പണവും അധികാരബന്ധവും ഇല്ലാത്തവരായിരുന്നു കണ്ണേ കരളയെ വി.എസ്. എന്ന് തെരുവിൽ അലമുറയിട്ടവരിൽ അധികവുമെന്നാണ് ബഷീർ കുറിക്കുന്നത്.
സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം കുറിക്കുന്നത് CPM നേതാവായ സുജ സൂസൻ ജോർജ് ആണ്. അത് വലിയൊരു ചരിത്രമാണെന്നാണ് സുജ എഴുതുന്നത്. അതിലെ അവസാന ഖണ്ഡമാണ് കുറിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത്. VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലം, ഒരു ദിവസം എനിക്ക് വന്ന ഒരു ഫോൺ കോൾ VSന്റെ ആയിരുന്നു. അദ്ദേഹത്തിന് എന്നെ നേരിട്ട് കണ്ട് സൂര്യനെല്ലി കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടനാട് പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ദീർഘമായി സംസാരിച്ചു. അതിന് അടുത്ത ആഴ്ച VS ചങ്ങനാശ്ശേരിയിലെ സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു. അടച്ചിട്ട മുറിയിലിരുന്ന് മാതാപിതാക്കളോടും അവളോടും സംസാരിച്ചു. അവരുടെ സങ്കടങ്ങളെ ആറ്റിത്തണുപ്പിച്ചു. പുറമേ നിന്ന് ഞാൻ മാത്രം, അതായത് സുജ സൂസൻ ജോർജ് മാത്രം. VS ബാഗ് തുറന്ന് 1 ലക്ഷം രൂപ എടുത്ത് അവളുടെ പപ്പയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങാൻ മടിച്ചു. വളരെ പതുക്കെ മന്ത്രിക്കും പോലെ VS പറഞ്ഞു, ഇത് അവളുടെ മുത്തച്ഛൻ തരുന്നതാണ്, വാങ്ങിക്കോളൂ. ഇതെൻ്റെ പെൻഷൻ കാശ് സൂക്ഷിച്ചു വെച്ചതാണ്. അതാണ് VS. അങ്ങനെയായിരുന്നു VS എന്നാണ് സുജ കുറിക്കുന്നത്. വിട ഈ നൂറ്റാണ്ടിൻ്റെ നായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജ സൂസൻ ജോർജ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഇരയ്ക്കൊപ്പം അല്ലെങ്കിൽ നീതി കിട്ടേണ്ടവർക്കൊപ്പം നിൽക്കാൻ VSന് കഴിഞ്ഞിരുന്നു. അതാണ് ഈ കഥകളെല്ലാം അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ മഹത്വം. വിതുര കേസിലെ കാര്യമെടുത്താൽ തന്നെ അത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന സുരേഷ് ഇക്കാര്യത്തിൽ ഒരു അനുഭവം പറയുന്നത് കേട്ടു. VS ഏതോ ഒരു ചടങ്ങിന് പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ പരിപാടിക്ക് വിതുര പീഡന കേസിലെ പ്രതിയായിരുന്ന നടൻ ജഗദീഷ് ശ്രീകുമാറിന് അവാർഡ് കൊടുക്കണം എന്നറിഞ്ഞപ്പോൾ VS പിൻവാങ്ങി. അപ്പോൾ സുരേഷ് VSനോട് ജഗദീഷ് ശ്രീകുമാർ മലയാള സിനിമയുടെ അതുല്യ നടനാണെന്ന് ഓർമ്മിപ്പിച്ച് ഈ പരിപാടിക്ക് പോകാൻ നിർബന്ധിച്ചു. VSന്റെ മറുപടി ഇങ്ങനെ ആയിരുന്നു എന്നാണ് സുരേഷ് പറയുന്നത്. എന്ത് നടനായാലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അദ്ദേഹം പീഡിപ്പിച്ചിരിക്കുന്നത്. വിതുര പെൺകുട്ടിയെ നേരിൽ കണ്ട് സമാശ്വസിപ്പിക്കുകയും ആ കുട്ടിക്ക് ജോലി വാങ്ങുകയും ചെയ്തയാളാണ് VS എന്ന് സുരേഷ് ഓർമ്മിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അഴിമതി കേസിൽ ഒരു മന്ത്രിയെ ശിക്ഷിച്ചതും VSന്റെ നിയമ പോരാട്ടമാണ്. നിയമ പോരാട്ടങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കേസിനെ കുറിച്ച് വിശദമായി പഠിക്കുന്നതും VSന്റെ രീതിയായിരുന്നു. മുതിർന്ന പല അഭിഭാഷകരും VSന് വേണ്ടി സൗജന്യമായി കേസ് നടത്തിയതും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ലേഖനത്തിൽ VSുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി MB ബഷീർ കുറിക്കുന്നുണ്ട്. വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിനെ കുറിച്ച് പൊളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ ഒരു കത്തിൽ VS ഒളിഗാർഗ് എന്നൊരു പ്രയോഗം നടത്തി. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ അധികാരം തേടി വരുന്ന നവസമ്പന്നൻ എന്നൊക്കെയാണ് അതിനെ വിശദീകരിച്ചതെന്ന് ബഷീർ എഴുതുന്നു. എന്നാൽ അടുത്ത ദിവസം വെറുക്കപ്പെട്ടവൻ എന്ന ഒരൊറ്റ വാക്കിൽ VS അതിനെ പരിഭാഷപ്പെടുത്തി. VSന്റെ ആ ഒറ്റ വാക്കിൽ കൊച്ചി വളന്തക്കാട് കായലിൽ ഫാരിസ് അബൂബക്കർ സ്വപ്നം കണ്ട 2000 കോടി രൂപയുടെ ആസ്തിയാണ് ആവിയായി പോയതെന്നും ബഷീർ എഴുതുന്നു. അതായത് VSന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ ഈ അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ വലിയൊരു ഭാഗ്യമാണെന്ന് കരുതണം. ഒരു യുഗത്തിന്റെ അന്ത്യമാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങലിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാലം കേരളത്തിന് കാത്തുവെച്ച പോരാട്ടവീര്യമായിരുന്നു VSനെ പോലെ VS മാത്രമേ ഉള്ളൂ. മറ്റൊരാൾക്കും അദ്ദേഹം നടന്നു തീർത്ത സമരവീതികളും അതിലൂടെ അദ്ദേഹം നേടിയെടുത്ത ജനകീയതയും അവകാശപ്പെടാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുമായും താരതമ്യം ചെയ്യുന്നതും തെറ്റാണ്. ഓരോരുത്തർക്കും അവരുടേതായ ശൈലിയുണ്ട്. പക്ഷേ ഈ ശൈലികളെല്ലാം ഈ നേതാക്കൾ, അതായത് VSനെ പോലെയും പിണറായി പോലെയുള്ള നേതാക്കളെല്ലാം ആർജിച്ചത് ഇടത് പ്രത്യയശാസ്ത്രം നൽകിയ ഉത്തമ ബോധ്യങ്ങളുടെ ഉൾക്കരുത്തിൽ നിന്നാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.